ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൊരു കേക്ക് റെസിപ്പിയാണ്. ക്രിസ്മസ് ഒക്കെ അടുത്തെത്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു കേക്ക് റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നൊരു കേക്ക് റോളിൻ്റെ റെസിപ്പിയാണ്. സ്വിസ് റോൾ, കേക്ക് റോൾ, ജാം റോൾ എന്നൊക്കെ ഈ ഒരു കേക്കിന് പറയും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 1/3 കപ്പ് പാല്, 1/4 കപ്പ് ഓയിൽ, പഞ്ചസാര, മൈദ, മുട്ട, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെ അളവ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി എഗ്ഗ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം ആദ്യം തന്നെ. അതിന് വേണ്ടി 2 ബൗളിലേക്ക് എടുത്ത് വെക്കുക. ഒട്ടും വെള്ളമൊന്നുമില്ലാത്ത ബൗൾ എടുക്കാൻ ശ്രദ്ധിക്കുക. എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വേറൊരു ബൗളിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. 70 ml ആണ് പാല്, 50 ml ഓയിലുമാണ് ചേർത്തിട്ടുള്ളത്. 1/4 കപ്പും 1/3 കപ്പും ആണ് അളവുണ്ടാവുക കപ്പിൽ എടുക്കുമ്പോൾ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓയിലും പാലും കൂടെ ഒന്ന് നല്ല മിക്സറാണ് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുട്ടേൻ്റെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഈ ഒരു വയർ വിസ്ക് വെച്ചോ ഫോർക്ക് വെച്ചോ ഒക്കെ ബീറ്റ് ചെയ്താൽ മതി. ബീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓവർ ബീറ്റ് ആവും. അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതും നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും പതഞ്ഞാൽ മതി. അതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഒരു 1/4 കപ്പാണ്. 75 ഗ്രാം ഉണ്ടാവും ഗ്രാം അളവിലാവുമ്പം. മൈദയിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/8 ടീസ്പൂൺ സോൾട്ടും ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നല്ലൊരു ക്രീമി പരുവാവുന്നവരെ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ലാസ്റ്റ് ബാച്ചും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. മൈദ ചേർത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കഴിയുമ്പോൾ നമുക്ക് മിക്സിങ് നിർത്തിയിട്ട് മാറ്റി വെക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച എഗ് വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് ബീറ്റ് ചെയ്ത് കുറച്ചൊന്ന് പതഞ്ഞ് വന്നതിന് ശേഷമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 100 ഗ്രാം പഞ്ചസാരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് അളവുണ്ടാവും. ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറേശ്ശായിട്ട് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഒരുപാട് ഇങ്ങനെ സ്റ്റിഫ് പീക്കാവേണ്ട ആവശ്യമില്ല. ഒരു സോഫ്റ്റ് പീക്കാവുന്നവരെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. അടുത്ത ബാച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടെ ബീറ്റ് ചെയ്യാം. മുഴുവൻ ഞാൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സോഫ്റ്റ് പീക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അതും മാറ്റി വെക്കാം. നമ്മുടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് യോക്കിൻ്റെ മിക്സറിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ ചേർത്ത് കൊടുക്കാൻ മറന്നുപോയതാണ്. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റ് കുറേശ്ശെ മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യരുത്. കുറേശ്ശെ സ്ലോലി മാത്രമേ മിക്സ് ചെയ്യാവൂ. അല്ലെങ്കിൽ അതിൻ്റെ കേക്കിൻ്റെ ഫ്ലഫിനെസ് പോയി പോവും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ മാത്രം മിക്സ് ചെയ്തെടുക്കുക. അടുത്ത ബാച്ച് ഇട്ട് കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്യുന്നുണ്ട്. മുഴുവൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്പാച്ചില വെച്ചും ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കാം. എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നത്. റെഡി ആയിട്ടുണ്ട് ബാറ്റർ. നേരത്തെ കേക്ക് ടിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ വിരിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഷീറ്റ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് കേക്ക് ടിന്നിലാണ് ഞാൻ ചെയ്യുന്നത്.
ഈ കേക്കിന് തന്നെ വേണം നിർബന്ധമില്ല. ഏറ്റവും വലിയൊരു പാത്രം എടുത്താൽ മതി. നല്ല വീതിയും നീളമൊക്കെ ഉള്ള ഓവനിൽ കൊള്ളുന്ന ടൈപ്പ് ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ കേക്ക് ടിന്നിലോ എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. കുറച്ച് വീതിയും നീളവും ഉണ്ടാവണമെന്ന് മാത്രം. ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് തിക്നെസ്സിലല്ല ഈ കേക്ക് നമുക്ക് വേണ്ടത്. റോൾ ചെയ്ത് എടുക്കാനുള്ളതായതുകൊണ്ട് തന്നെ കുറച്ച് പരന്ന രീതിയിൽ വേണം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കണം. എല്ലാ സൈഡും ഒരേപോലെ തിക്നെസ്സിൽ വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ ചെരിച്ച് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ കിട്ടും. അതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഓവനിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ കേക്ക് റെഡിയായി കിട്ടും. കുറച്ച് ബാറ്റർ ബാക്കിയുള്ളത് ഞാൻ സ്റ്റൗ ടോപ്പിലും വെച്ച് കാണിക്കുന്നുണ്ട്. ഒരു ചെറിയ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. പാത്രത്തിലാകുമ്പോൾ ഒരു 20 മിനിറ്റ് സമയമെടുക്കും. ഓവനിലാകുമ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. എൻ്റെ ഓവനിൽ ഇപ്പോൾ 14 മിനിറ്റ് സമയമാണ് എടുത്തത്. റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ റോൾ ചെയ്തെടുക്കണം. ഒരു വലിയ ട്രേയിലേക്ക് മാറ്റി ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതിൻ്റെ തിക്നെസ് കണ്ടില്ല, ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരുപാട് തിക്നെസ് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ റോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പരന്ന പാത്രത്തിൽ ചെയ്യുന്നത്. നല്ലോണം ഒന്ന് റോൾ ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ഇത് ചൂടോടെ തന്നെ ചെയ്യണം. ചെറിയ കേക്കും ഇതേപോലെ റോൾ ചെയ്തെടുത്ത് വെക്കാം. രണ്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് അതിൽ ഫില്ലിംഗ് ഉണ്ടാക്കാം. ഞാനൊരു ചോക്ലേറ്റ് ഗനാഷയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ചോക്ലേറ്റും ഒരു 100 ഗ്രാം ചോക്ലേറ്റും ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഓവനിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തതാണ്. അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് രീതിയിലും മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രീമാണ്. ക്രീം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ബട്ടർ ഐസിങ് വേണമെങ്കിൽ കൊടുക്കാം. ബട്ടറും ഐസിങ് ഷുഗറും കൂടെ ക്രീം ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ജാം വേണമെങ്കിൽ കൊടുക്കാം. ജാം റോളായിട്ടും ഈ ഒരു കേക്ക് ഉണ്ടാക്കാറുണ്ട്. ഫില്ലിങ് എങ്ങനെ വേണമെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം. നമ്മുടെ കേക്ക് ഞാനൊന്നും കൂടെ തിരിച്ചിട്ടിട്ടുണ്ട് ബട്ടർ പേപ്പറൊക്കെ മാറ്റിയതിന് ശേഷം. ഇനി വീണ്ടും ബട്ടർ പേപ്പറിലേക്ക് വെച്ചിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് റോൾ ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയാണ് വീണ്ടും ബട്ടർ പേപ്പർ എടുത്ത് വെച്ചത്. ഞാൻ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടില്ല. കുറച്ച് വീതി തന്നെ അങ്ങോട്ട് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നന്നായിട്ടൊന്നും കൂടെ റോൾ ചെയ്ത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ 10 മിനിറ്റ് റോൾ ചെയ്ത് വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ്. രണ്ട് സൈഡും ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ഡെക്കറേറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ തന്നെ മുറിച്ച് കഴിക്കാം. ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഷുഗർ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് സ്ട്രോബെറീസൊക്കെ ഒന്ന് വെച്ച് റെഡിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ സ്കൂൾ വെക്കേഷനൊക്കെ ആകുമ്പം എല്ലാവരും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തോളൂ. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണിത്. എൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കേക്ക്. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കി ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.